നമസ്കാരം. ഹലോ ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. HMPV വൈറസിനെ കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നുണ്ട്. HMPV വൈറസിനെ പേടിക്കേണ്ടതുണ്ടോ, ഇതിൻ്റെ മറ്റു കരുതലുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഹലോ ഡോക്ടർ ചെയ്യുന്നത് പൊതുജനാരോഗ്യ വിദഗ്ധനും ഫിസിഷ്യനുമായിട്ടുള്ള ഡോക്ടർ രാജീവ് ജയദേവനാണ്. IMA കേരളയുടെ റിസർച്ച് സെൽ ചെയർമാൻ കൂടിയാണ് ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ, എന്താണ് HMPV വൈറസ് എന്ന് പറയുന്നത്? ഈ പുതിയ ഒരു തരം വൈറസാണ്, നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? HMPV വൈറസ് ഒരു പുതിയ വൈറസ് അല്ല എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള പരാമർശങ്ങൾ നമ്മുടെ വാട്സാപ്പുകളിലും മറ്റും പ്രചരിക്കുന്നുണ്ട്. അത് തെറ്റാണ്. ദിസ് ഇസ് നോട്ട് എ ന്യൂ വൈറസ്. ഇത് വർഷങ്ങളായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു വൈറസ് തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും ഇതിനെ ഒരു പുതിയ വൈറസെന്നോ പുതിയ രോഗമെന്നോ നമ്മൾ വിശേഷിപ്പിക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. നമ്മുടെ രാജ്യത്ത് അതുപോലെ തന്നെ മറ്റനേകം രാജ്യങ്ങളിലും കുട്ടികളിൽ സാധാരണ ജലദോഷം ഉണ്ടാക്കുന്ന അനേകം വൈറസുകളുടെ പട്ടികയിൽ ഒരാൾ മാത്രമാണ് ഈ HMPV. പിന്നെ അതിന്റെ പേര് വളരെ ഒരു ഗൗരവം തോന്നിക്കുന്ന ഒരു പേരാണ്. ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് എന്ന് കേൾക്കുമ്പോൾ ഇതേതോ ഭീകര ജീവിയാണെന്നൊരു തോന്നൽ ഒരു സാധാരണക്കാരന് തോന്നുന്നതിൽ അസ്വാഭാവികതയില്ല. പക്ഷെ സാധാരണ ജലദോഷം ഉണ്ടാക്കുന്ന വൈറസുകളുടെ മറ്റു പേരുകൾ ഞാൻ പറയാം. അഡിനോ വൈറസ്, റൈനോ വൈറസ്, അങ്ങനെ അതുപോലെ തന്നെ ഈ ഇൻഫ്ലുവൻസ ഗണത്തിൽപ്പെട്ടിട്ടുള്ള വൈറസുകൾ, ഇതൊക്കെ കുറച്ചുകൂടി സിവിയർ ആയിട്ട് ഉണ്ടാകുന്നതാണ്. HMPV അത്ര പോലും സിവിയർ അല്ലാത്ത ഒരു വൈറസ് തന്നെയാണ്. അപ്പോ ചൈനയിൽ ഇപ്പോൾ ശൈത്യകാലമായതിനാൽ ആശുപത്രികളിൽ പതിവ് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ വർഷവും ചൈനയിൽ ശൈത്യകാലത്ത് നല്ല തിരക്കാണ് ആശുപത്രികളിൽ. കാരണം അവിടെയുള്ള ജനങ്ങൾ ചെറിയ അസുഖങ്ങൾക്ക് പോലും വലിയ ആശുപത്രികളിലാണ് പോകാറുള്ളത്. അതുകൊണ്ട് വലിയ ആശുപത്രിയിൽ പോകുന്നതിനാൽ അവിടെ വലിയ തിരക്ക് ഉണ്ടാകുന്നത് സാധാരണയാണ്. എന്നാൽ ഈ തിരക്കിന്റെ ചിത്രങ്ങൾ എടുത്തതിന് ശേഷം ആരോ വാട്സാപ്പിലും മറ്റേ യൂട്യൂബിലും എല്ലാം ഇവിടെ എന്തോ സംഭവിക്കുകയാണ്, ഇവിടെ പുതിയ പാൻഡമിക് വരികയാണ് എന്നൊക്കെ തട്ടിവിട്ടപ്പോൾ ഇതിന്റെ വാസ്തവം മനസ്സിലാക്കാതെ നിരവധി പേർ ഇത് ഫോർവേഡ് ചെയ്യുകയും ചില യൂട്യൂബ് ചാനലുകൾ ഇത് ഏറ്റെടുക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ വാർത്ത ചില രാജ്യങ്ങളിൽ പരന്നത്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഇത് കാര്യമായിട്ട് പരന്നിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിലെങ്ങും ഇതേപ്പറ്റി യാതൊരു പരാമർശവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത് കൂടുതലും വാട്സാപ്പ് ഫോർവേഡുകളിലും സോഷ്യൽ മീഡിയയിലും ഉണ്ടായിട്ടുള്ള ഒരു പാൻഡമിക് തന്നെയാണ്. ഇറ്റ്സ് എ പാൻഡമിക് ഓഫ് മിസ്ഇൻഫർമേഷൻ. തെറ്റായ ഭീതിപ്പെടുത്തുന്ന വിവരങ്ങളുടെ ഒരു പാൻഡമിക് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. അല്ല വൈറസ് ഉണ്ടാക്കിയ പാൻഡമിക് അല്ല ഇത്. അതുപോലെ തന്നെ നമുക്കറിയാം, കോവിഡുമായി പലരും താരതമ്യം ചെയ്യുന്നുണ്ട്. കോവിഡ് 2020 ചൈനയിൽ ഇത് പൊട്ടിപ്പുറപ്പെടുമ്പോൾ മാനവരാശി ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു രോഗമായിരുന്നു കോവിഡ്. അതിന്റെ ജനിതക ശ്രേണി അപ്പോൾ തന്നെ ചൈനീസ് ശാസ്ത്രജ്ഞർ ലോകത്തെമ്പാടുമുള്ള ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് അവർ പ്രസന്റ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. ആ ജനിതക ശ്രേണി മനസ്സിലാക്കിയിട്ടാണ് മറ്റു പല രാജ്യങ്ങളിലും ഇതൊരു പുതിയ രോഗമാണെന്ന് കണ്ടെത്തുന്നത്. HMPV അങ്ങനെയൊന്നുമല്ല. 20-ലധികം വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ എന്നാൽ 50-ലധികം വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു വൈറസ് തന്നെയാണ് HMPV. നമ്മുടെ കുട്ടികളുടെ, അതായത് 4-5 വയസ്സുള്ള കുട്ടികളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാവരും തന്നെ ഈ HMPV അണുബാധ വന്നു പോയിട്ടുള്ളവർ തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ കുട്ടിക്കാലത്ത് എല്ലാവർക്കും തന്നെ ഒരു വർഷം 2-3 തവണ ജലദോഷവും മൂക്കൊലിപ്പും എല്ലാം വന്നതാണ്. അക്കാലത്തെങ്കിലും നമ്മുടെ മൂക്കിൽ ഒരു സ്വാബ് ഇട്ടിട്ട് ഏത് വൈറസാണ് ഈ ജലദോഷം ഉണ്ടാക്കുന്നതെന്ന് ആരെങ്കിലും പരിശോധിച്ചിരുന്നു? അതിന്റെ ആവശ്യവുമില്ല. മാത്രവുമല്ല, അതിന് വല്ലാത്ത ചിലവുമുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഡോക്ടർമാർ ടെസ്റ്റ് ചെയ്യുന്നത് ആവശ്യത്തിന് മാത്രമേ ടെസ്റ്റ് ചെയ്യുകയുള്ളൂ. എന്നാൽ ഒരു ആശുപത്രിയിൽ ചെന്ന് അവിടെ ഗുരുതരമായിട്ടുള്ള ഒരു ശ്വാസകോശ രോഗവുമായി കിടക്കുന്ന ഒരു വ്യക്തിയെ വേണമെങ്കിൽ നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്തെന്നിരിക്കാം. കാരണം ആ വ്യക്തിയുടെ രോഗാവസ്ഥ കൃത്യമായി അറിയാൻ വേണ്ടിയിട്ട് പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ഇത്തരം വൈറസുകൾ കണ്ടെത്തിയെന്നിരിക്കാം. പക്ഷെ അതിന്റെ അർത്ഥം ഈ വൈറസ് ആണ് ഈ കടുത്ത രോഗം എല്ലായ്പ്പോഴും ഉണ്ടാക്കുന്നത് എന്നുള്ളതല്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ജലദോഷം ആർക്കൊക്കെ വന്നു പോയിട്ടുണ്ടോ അവരിൽ നല്ലൊരു ശതമാനം പേർക്ക് HMPV ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ പരിഭ്രാന്തിയുടെ യാതൊരു ആവശ്യവും ഇല്ലാത്ത ഒരു പരിഭ്രാന്തിയാണ് പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത്. വളരെ വ്യക്തമാണ് ഡോക്ടർ. ഈ ഒരു രോഗാവസ്ഥ, ഈ ഒരു വൈറസ്, അത് ഏതൊക്കെ തരത്തിലാണ്, ആരിലാണ് കൂടുതൽ കാണാനുള്ള സാധ്യത? കുട്ടികൾ, പ്രായമായവർ, അങ്ങനെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതെന്തൊക്കെയാണ്?
HMPV മറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മറ്റ് വൈറസുകൾ പോലെ തന്നെ ഒരു റെസ്പിറേറ്ററി വൈറസാണ്. റെസ്പിറേറ്ററി നമ്മുടെ മൂക്ക് വഴി ഉള്ളിലേക്ക്, ശ്വാസം വഴി ഉള്ളിലേക്ക് കടക്കുകയും മൂക്കിനുള്ളിലും മറ്റും തൊണ്ടയിലും മറ്റും അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വൈറസാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ ജലദോഷ ലക്ഷണങ്ങളുള്ള മറ്റൊരു വ്യക്തിയുമായി നമ്മൾ അടുത്ത് ഇടപഴകുമ്പോൾ, സംസാരിക്കുമ്പോഴോ അടുത്തിരിക്കുമ്പോഴോ സ്പർശിക്കുമ്പോഴോ മറ്റുമാണ് ഈ വൈറസ് വ്യാപിക്കുന്നത്. ഇതേ വ്യക്തിയുടെ സ്രവങ്ങൾ, മൂക്കിലും വായിൽ നിന്നുമുള്ള സ്രവങ്ങൾ, അതിൽ വൈറസുകൾ ഉണ്ടാവും. അവ പറ്റിയിരിക്കുന്ന പ്രതലങ്ങൾ നമ്മൾ സ്പർശിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഈ വ്യക്തി ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ മൗസ്, ആ മൗസ് നമ്മൾ പോയി ഉപയോഗിക്കുകയാണെങ്കിൽ ആ കമ്പ്യൂട്ടറിന്റെ മൗസിൽ പറ്റിയിരിക്കുന്ന വൈറസുകൾ നമ്മുടെ കയ്യിൽ സ്പർശിക്കുകയാണ്. അതുപോലെ ബസിന്റെ കമ്പിയിൽ നമ്മൾ തൂങ്ങിപ്പിടിച്ച് നിൽക്കുകയാണ്. തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് അതേ സ്ഥാനത്ത് മറ്റു ഒരു വ്യക്തിയുടെ ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ അത് പറ്റിയെന്നിരിക്കും. ആ കൈ കൊണ്ട് നമ്മൾ എല്ലാവരും തന്നെ മുഖത്ത് തൊടുകയും കണ്ണ് തൊടുകയും മറ്റും ചെയ്യാറുണ്ട്. നമ്മൾ അറിയാതെ ചെയ്യുന്നതാണ്. ആ സമയത്ത് വളരെ എളുപ്പം നമ്മുടെ ഉള്ളിലേക്ക് ഈ വൈറസുകൾ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർമാർ പറയാറുള്ളത്, എല്ലാ രോഗങ്ങളെയും തടുക്കാനുള്ള നല്ലൊരു മാർഗം പുറത്ത് പൊതുസ്ഥലങ്ങളിൽ പോയിട്ട് തിരികെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കൈകൾ വൃത്തിയായി സാധാരണ സോപ്പ് ഉപയോഗിച്ച് ഒന്ന് കഴുകിക്കഴിഞ്ഞാൽ നമ്മുടെ വിരൽ തുമ്പുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ രോഗാണുക്കൾ ഇല്ലാതാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഫുഡ് പോയ്സണിങ് ഒഴിവാക്കാനുള്ള ഒരു മാർഗം ഇതാണ്: ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ കൈ കഴുകുകയാണെങ്കിൽ, ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപും അതിന് ശേഷവും കൈ സോപ്പിട്ട് കഴുകേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൊന്നും വലിയ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യമല്ലെങ്കിലും ഇത് വളരെ ഫലപ്രദമായിട്ടുള്ള രോഗാണു പ്രതിരോധം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചുമയും ജലദോഷവും ഉള്ളവർ മറ്റുള്ളവരുമായി അധികം ഇടപഴകാതിരിക്കുക, പൊതുസ്ഥലങ്ങളിൽ പോകാതിരിക്കുക, ജലദോഷമുള്ള കുട്ടികളെ സ്കൂളുകളിലേക്ക് ദയവ് ചെയ്ത് അയക്കാതിരിക്കുക, അതുപോലെ തന്നെ ജലദോഷമുള്ള വീട്ടിലേക്ക് വിരുന്ന് ചെല്ലുക, അല്ലെങ്കിൽ ജലദോഷമുള്ളവർ മറ്റ് സോഷ്യൽ ഗ്യാതറിംഗ്, ഒത്തുചേരലുകൾ പങ്കെടുക്കാതിരിക്കുക. ഇങ്ങനെയുള്ള നിസ്സാരമായിട്ടുള്ള വളരെ എളുപ്പമുള്ള നടപടികൾ നമ്മൾ എല്ലാവരും കൈക്കൊണ്ടു കഴിഞ്ഞാൽ HMPV മാത്രമല്ല, ഇൻഫ്ലുവൻസ, കോവിഡ് പോലെയുള്ള മറ്റു പല രോഗങ്ങളും നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുകയില്ലെങ്കിലും കുറച്ചു പേർക്കെങ്കിലും രോഗം വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നമുക്കറിയാം, സമൂഹത്തിൽ ഒരുപാട് പേർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലിക്ക് പോകാൻ സാധിക്കുകയില്ല. അവരിൽ ചിലരെങ്കിലും അല്പം സീരിയസ് ആവുകയും ചിലരെങ്കിലും ഹോസ്പിറ്റലൈസ് ആവുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് ഈ രോഗാണുക്കളെ നമുക്ക് ചെറുക്കാനായിട്ടുള്ള സാധാരണ നടപടികൾ നമ്മൾ കൈക്കൊള്ളേണ്ടത് തന്നെയാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഒരു രോഗത്തിന്റെ, ഈ ഒരു വൈറസ് വന്നാലുള്ള ലക്ഷണങ്ങൾ, നമ്മുടെ ശരീരത്തിലേക്ക് കടന്നാലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ചെറിയൊരു ജലദോഷം വന്നു കഴിഞ്ഞാൽ തന്നെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ അതുപോലെ നമ്മൾ ഡോക്ടറെ കാണേണ്ട ഒരു ഘട്ടം അതേതാണ്? സാധാരണ ലക്ഷണങ്ങൾ മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, അതുപോലെ തൊണ്ടവേദന അല്ലെങ്കിൽ തൊണ്ടകാറൽ, സോർ ത്രോട്ട് എന്നൊക്കെ പറയും. ചെറിയ രീതിയിലുള്ള ചുമ, ചിലർക്ക് ഒച്ച അടച്ചുന്നിരിക്കാം. അതുപോലെ തന്നെ ചെറിയ പനി, ശരീരവേദന, തലവേദന, ഇതൊക്കെയാണ് സാധാരണ ഈ വൈറസും മറ്റു സമാന വൈറസുകൾ, RSV മുതലായ വൈറസുകളുടെ ലക്ഷണങ്ങൾ. അതിൽ ഒരു വൈറസിന് ഈ ലക്ഷണമാണ്, മറ്റു വൈറസിന് മറ്റു ലക്ഷണമാണ്, അങ്ങനെയൊന്നുമില്ല. എല്ലാ ജലദോഷ വൈറസുകളും സമാനമായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്. കോവിഡ് മറ്റൊരു ഗണത്തിൽപ്പെടുന്ന വൈറസാണ്. നമ്മൾ അതേപ്പറ്റി ധാരാളം മുൻപ് സംസാരിച്ചിട്ടുള്ളതുകൊണ്ടും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇത് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം, കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷം 1 വയസ്സാകുന്നത് വരെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, കുട്ടികൾ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അവരുടെ പ്രതിരോധ നിര അല്ലെങ്കിൽ ബോഡിയുടെ പ്രതിരോധ സിസ്റ്റം അത് ഫുള്ളി ഡെവലപ്ഡ് അല്ല. അത് കുഞ്ഞ് വളരുന്നതനുസരിച്ച് ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ 1 വർഷക്കാലം ഇമ്മ്യൂൺ സിസ്റ്റം അത്ര നല്ല കണ്ടീഷനിൽ അല്ലാത്തതിനാൽ ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കഴിവതും ഏതൊരു രോഗവും വരാതെ നമ്മൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. 1 വയസ്സ് കഴിഞ്ഞവരിൽ ഇതിന്റെ സാധ്യത കുറഞ്ഞു വരികയാണ്. ഈ HMPVയുടെ മാത്രം കാര്യം പറയുകയാണെങ്കിൽ ഒരു 3-4 വയസ്സ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 90 മുതൽ 100% കുട്ടികളിൽ വരെ ഇത് വന്നു പോയിട്ടുണ്ടാകും. എന്നാൽ ഇതാർക്കാണ് ഗുരുതരമാകാൻ സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഇത് കുറച്ചുകൂടി സിവിയർ ആയിട്ട് വരിക. പിന്നെ മറ്റൊരു ഗുണമുള്ളത്, ആസ്മ ടെൻഡൻസി ഉള്ള ചില കുട്ടികളുണ്ട്. അത് അവരുടെ ശ്വാസകോശത്തിലേക്ക് പോകുന്ന ട്യൂബുകൾ അവ ഹൈപ്പർ റിയാക്റ്റീവ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവർക്ക്
ഈ വലിവ് വരാനുള്ള സാധ്യതയുണ്ട്. അത് ഏത് വൈറസ് ഇൻഫെക്ഷൻ വന്നാലും ജലദോഷം വന്നാലും ചിലർക്കെങ്കിലും ആസ്മ ഒരല്പം ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കും ഇത് ഇപ്രകാരമുള്ള ജലദോഷ രോഗങ്ങൾ വരാതെ സൂക്ഷിക്കേണ്ടത് ഒരു പൊതുവായിട്ടുള്ള ഒരു രീതി തന്നെയാണ്. പിന്നെ വളരെ പ്രായം ചെന്നവർ അല്ലെങ്കിൽ ആരോഗ്യം ക്ഷയിച്ചവർക്ക് ഏത് രോഗം വന്നാലും മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ ഒരു സിവിയർ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ക്യാൻസർ ബാധിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ കീമോതെറപ്പി എടുക്കുന്നവർ, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞവർ, കാരണം അവർക്ക് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കുറയ്ക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ സ്ഥിരമായിട്ട് തന്നെ എടുക്കേണ്ടി വരാറുണ്ട്. അവർക്കും ഈ പ്രകാരമുള്ള വൈറസ് ബാധകൾ വരാറുണ്ട്. മിക്കവർക്കും തന്നെ ഇത് പ്രശ്നം ഉണ്ടാക്കാറില്ല എന്ന് ഞാൻ അടിവരയിട്ട് പറഞ്ഞു കൊള്ളട്ടെ. നമ്മുടെ രാജ്യത്തുള്ള കണക്കുകളും കേരളത്തിൽ നിന്നും അതുപോലെ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്നുമുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് HMPV എന്നുള്ളത് ഒരു ഭീകരജീവി അല്ല. അത് കൂടുതലും ഈ വാട്സാപ്പുകളിൽ ചൈനീസ് ആശുപത്രികളിലുള്ള തിരക്കും അവയുടെ തലക്കെട്ടുകളും കണ്ട് ജനങ്ങൾ പേടിച്ചതുകൊണ്ടും ഇടംവലം നോക്കാതെ ഫോർവേഡ് ചെയ്തുകൊണ്ടും ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് HMPV. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ നേരത്തെ ചോദിച്ചിരുന്നു ഏതൊരു ഘട്ടത്തിലാണ് ചികിത്സ, അത് എങ്ങനെയാണ്? ഇപ്പോൾ കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാനൊരു പീഡിയാട്രിഷ്യൻ അല്ല, പക്ഷെ പൊതുവായിട്ടുള്ള ഒരു വിവരം ഞാൻ പറയാം. കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരിൽ ജലദോഷം വരുമ്പോൾ എപ്പോഴാണ് നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അത് പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ 100 കുട്ടികൾക്ക് പനിയും ജലദോഷവും വരികയാണെങ്കിൽ അതിൽ ഒരാൾക്കോ മറ്റോ മാത്രമേ കിടത്തി ചികിത്സ ആവശ്യമായി വരാറുള്ളൂ. മറ്റുള്ളവർക്ക് അത് ഭേദമാകുന്ന ഒരു ചികിത്സ കൂടാതെ തന്നെ മിക്കവാറും തന്നെ ഭേദമാകുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ്മ അതുപോലെയുള്ള മറ്റനുബന്ധ രോഗമുള്ള കുട്ടികളാണെങ്കിൽ കൂടുതൽ അവരവരുടെ ഡോക്ടർമാർ പറയുന്ന രീതിയിലുള്ള പ്രത്യേക ശ്രദ്ധ പരിഗണന അവർക്ക് വേണ്ടിവരും. എന്നാൽ ഇതൊന്നുമില്ലാത്ത നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടിക്കാണ് ഇത് വരുന്നതെങ്കിൽ സാധാരണഗതിയിൽ ഒരു ജലദോഷം നമുക്ക് ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട ആവശ്യം വരാറില്ല. എന്നാൽ വിട്ടുമാറാത്ത രീതിയിലുള്ള കടുത്ത പനി, 2 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന കടുത്ത പനി, അതുപോലെ തന്നെ കുഞ്ഞ് തീരെ ഭക്ഷണം കഴിക്കാതെ ആവുക, അല്ലെങ്കിൽ ഛർദി ഉണ്ടാവുക, അപസ്മാരം ഉണ്ടാവുക, അതായത് സീഷേഴ്സ് എന്ന് പറയും. കുഞ്ഞുങ്ങൾക്ക് ചിലർക്ക് ഇത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമല്ല, പനി വന്നു കഴിഞ്ഞാൽ ചിലർക്കെങ്കിലും ഫിറ്റ്സ് വരാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണിക്കേണ്ടി വരും. അതുപോലെ തന്നെ കുട്ടികൾക്ക് നിർത്താതെ കരയുക, അല്ലെങ്കിൽ തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവർക്ക് അവരുടെ ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിമിഷ്ടം, അതായത് അമ്മമാർക്കറിയാം കുഞ്ഞിന്റെ സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കുഞ്ഞിന്റെ അന്നത്തെ രീതിയെങ്കിൽ ഇത് സേഫർ ഷോ ടു ദ ഡോക്ടറെ ഒന്ന് കാണിച്ച് പ്രശ്നമൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ കടുത്ത രീതിയിലുള്ള ശ്വാസം മുട്ട്, ശ്വാസം ആഞ്ഞു വലിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നു ഇത് പടരാനുള്ള ഒരു സാഹചര്യം എന്തൊക്കെയാണെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? ഇത് ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഈ സിവിയറിറ്റി റിസ്ക് കൂടുതലുള്ള വ്യക്തികൾ അല്പം കൂടി എല്ലാ കാര്യത്തിലും തന്നെ, ഈ HMPVയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല രോഗങ്ങളും കഴിവതും വരാതെ നോക്കുക. ഫോർ എക്സാമ്പിൾ അവർക്ക് ഇൻഫ്ലുവൻസ വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ HMPVയെക്കാളും വളരെ സിവിയർ ആയിട്ട് കോവിഡിനോടൊപ്പം തന്നെ നിൽക്കുന്ന രീതിയിലുള്ള സിവിയറിറ്റി ഉള്ള ഒരു രോഗമാണ് ഇൻഫ്ലുവൻസ. പല തരത്തിലുള്ള ഇൻഫ്ലുവൻസ വൈറസുകളുണ്ട്. അവ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടേയിരിക്കും. കേരളത്തിൽ ഇപ്പോൾ ഇൻഫ്ലുവൻസ ധാരാളമുണ്ട്. അത് വാക്സിൻ കൊണ്ട് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താവുന്ന ഒരു ഇൻഫെക്ഷനാണ് ഇൻഫ്ലുവൻസ. അപ്പോൾ അങ്ങനെ വാക്സിൻ ആവശ്യമുള്ളവർക്ക്, ഇൻഫ്ലുവൻസ വാക്സിൻ എല്ലാവർക്കും വേണ്ടതില്ല എങ്കിലും അത് ആവശ്യമുള്ളവർക്ക് വാക്സിനേഷൻ എടുത്തിരിക്കണം. അതുവരെ ഡോക്ടർമാരുമായി ഈ കാര്യം ചർച്ച ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ അനുബന്ധ രോഗം, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, ഇമ്മ്യൂണോസപ്രഷൻ, അല്ലെങ്കിൽ വല്ലാതെ ക്ഷീണിച്ച ശരീരപ്രകൃതമുള്ളവർ, ഇവരൊക്കെ അല്പം കൂടി സൂക്ഷിക്കുന്നത് നല്ലതാണ്. അല്ലാതെ HMPV കൊണ്ട് ഒരു ശല്യവും ആർക്കും ഉണ്ടാകാൻ സാധ്യതയില്ല. വളരെ വ്യക്തമാണ് ഡോക്ടർ.
ഡോക്ടർ, ഈ ഒരു സാഹചര്യത്തിൽ HMPV വൈറസിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ തലത്തിൽ നടത്തുന്ന പരിപാടികൾ, അവർ നടത്തുന്ന ഒരു പരിപാടികൾ അതെന്തൊക്കെയാണ്? ഇപ്പോ ഇതിന് ഈ റെസ്പിറേറ്ററി വൈറസസ്, അതായത് റെസ്പിറേറ്ററി ഡിസീസസ് എന്ന് പറയും, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ അവസരത്തിൽ പടർന്നു പിടിക്കുക എന്നുള്ളതിന് കണക്കുകളുണ്ട്. സർവെയിലൻസ് എന്ന് പറയും. അതിന് SARI എന്ന് പറയും, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഈ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി, അതായത് ഗുരുതരമായിട്ടുള്ള അല്ലെങ്കിൽ തീവ്രമായി ഉണ്ടാകുന്ന ശ്വാസകോശ രോഗങ്ങളുടെ സർവെയിലൻസ്, ഏതൊക്കെ കാരണങ്ങളാലാണ് ഉണ്ടാകുന്നത്, അത് ഓരോ വർഷവും മാറി മാറി വരും. അതിന്റെ രീതികൾ, അതിന്റെ തീവ്രത, അതുണ്ടാക്കുന്ന രോഗാണുക്കളുടെ സ്വഭാവം, അവയുടെ പേരുകൾ, ഇതെല്ലാം മാറി മാറി വരും. അപ്പോൾ അതിന്റെ സർവെയിലൻസിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ആരോഗ്യ തലത്തിൽ നിന്നും പല സർവെയിലൻസ് പ്രോഗ്രാമുകളും നിലവിലുണ്ട്. ആ സർവെയിലൻസ് പ്രോഗ്രാമിൽ ഈ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിന്റെ കാര്യവും അവർ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇപ്പൊ നമുക്ക് അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ട്സ് ഉണ്ട്, ചൈനയിൽ നിന്നുള്ള റിപ്പോർട്ട്സ് ഉണ്ട്, ഇംഗ്ലണ്ടിൽ നിന്നുള്ള റിപ്പോർട്ട്സ് ഉണ്ട്, ഇന്ത്യയിൽ നിന്നുമുള്ള റിപ്പോർട്ട്, ഇതിലൊന്നും ഈ വർഷം ഈ മറ്റു വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒന്നും ഉള്ളതായിട്ട് യാതൊരു റിപ്പോർട്ടും ഇന്നേവരെ വന്നിട്ടില്ല. ചില വ്യക്തികൾ ഈ വൈറസിന് രൂപമാറ്റം വന്നിട്ടുണ്ടോ, ജനിതക മാറ്റം വന്നിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. നമുക്കറിയാം, മ്യൂട്ടേഷൻ എന്നുള്ള വാക്കുകളൊക്കെ ഇതേപ്പറ്റി അറിവില്ലാത്തവർ ധാരാളം ഉപയോഗിക്കുന്ന കാലമാണ്. ഞാൻ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഈ 10-50 വർഷമായിട്ട് നിലവിലുള്ള ഒരു ജലദോഷ വൈറസിന്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ മ്യൂട്ടേഷനെ പറ്റി ആലോചിക്കേണ്ട കാര്യം പോലുമില്ല. അതുകൊണ്ട് ഇങ്ങനെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ ആലോചിച്ച് നമ്മൾ വിഷമിക്കരുത് എന്നും കൂടെ ഞാൻ പറഞ്ഞോളട്ടെ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ചികിത്സാ രീതി അതെന്തൊക്കെയാണെന്ന് ഒന്നുകൂടി പറഞ്ഞു തരാമോ? സാധാരണ ഒരു ജലദോഷം വരുമ്പോൾ, അതിപ്പോ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ആണെങ്കിലും റൈനോ വൈറസ് ആണെങ്കിലും അഡിനോ വൈറസ്, നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കുകയില്ല. അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. എന്നാൽ ലക്ഷണങ്ങൾ അനുസരിച്ച് മാത്രം ചികിത്സിച്ചാൽ മതി. അതിന്റെ പേരാണ് സപ്പോർട്ടീവ് കെയർ. സപ്പോർട്ടീവ് കെയർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് എന്തെല്ലാം ആവശ്യകതകൾ ഉണ്ടാകുന്നോ ഈ ആവശ്യകത പരിഹരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുക എന്നതാണ്. ഉദാഹരണത്തിന് ധാരാളം വെള്ളം കുടിക്കുക, ശരീരത്തിന്റെ ജലാംശം നിലനിർത്തുക. എന്തുകൊണ്ടാണ്? പനി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ജലാംശം നഷ്ടപ്പെടുകയാണ്, അല്ലെ? അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖം വരുമ്പോൾ നമുക്ക് ജലാംശം നഷ്ടപ്പെടുകയാണ്. ആ ജലാംശം നമ്മൾ തിരികെ കൊടുക്കുന്നു. അപ്പോൾ ഹൈഡ്രേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ന്യൂട്രീഷൻ, നമുക്ക് നല്ല പോഷക സമ്പന്നമായിട്ടുള്ള ഭക്ഷണം അത് കഴിച്ചിരിക്കണം. അത് നമ്മുടെ പ്രതിരോധത്തിന് ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഉണ്ടാവുകയാണ്. ചില സമയ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഒന്ന് ഇടപെടുകയാണ്. ഹലോ ഡോക്ടർ, ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.